റൂമുകളിലും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ കെയർ ഏരിയകളിലും. ടു ഒബ്സർവ്, എന്ത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? പോസ്റ്റ് പാർട്ടീവ് പേഷ്യൻസ്. പോസ്റ്റ് പാർട്ടീവ് പേഷ്യൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ശസ്ത്രക്രിയാനന്തര പേഷ്യൻസ്, അതായത് പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസ്, സോറി, പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസ് മീൻസ് ശസ്ത്രക്രിയ എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ്. ഇപ്പോ എന്താ മേജർ സർജറി, ക്ലിപ്പോ ബൈപ്പാസോ അങ്ങനെയുള്ള സർജറീസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസുകൾക്കും. അതുപോലെ തന്നെ പേഷ്യന്റ് വിത്ത് ക്രിട്ടിക്കൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉള്ള പേഷ്യൻസുകൾക്ക്. എന്താ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് നമ്മുടെ ശരീരത്തിനുള്ളില്, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് ഇലക്ട്രോലൈറ്റുകളൊക്കെ ഉണ്ട്. ഏതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോലൈറ്റുകൾ? നമ്മുടെ ശരീരത്തില് അയൺ ഉണ്ടാവും, കാൽസ്യം ഉണ്ട് അല്ലെ, അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറൈഡ്, അങ്ങനെയുള്ള ഒത്തിരി നമുക്ക് സോഡിയം, പൊട്ടാസ്യം അല്ലെ, അങ്ങനെയുള്ള ഒത്തിരി ഇലക്ട്രോലൈറ്റുകൾ ഉണ്ട്. അതിന്റെ ഇംബാലൻസ് പറ്റുമ്പോഴും അതർ അൺസ്റ്റേബിൾ പേഷ്യൻസ് തന്നെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെയാണ് നമ്മൾ കാർഡിയാക് മോണിറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോ കാർഡിയാക് മോണിറ്റർ എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുക. നമ്മളുടെ ഒരു പഴയ കാലത്തെ ടിവിയുടെ ഒക്കെ പോലെ ഉണ്ട്. ദെൻ എന്താണ്? നമ്മുടെ ഹൃദയമിടിപ്പാണ് മെയിൻ ആയിട്ട് അവിടെ നോക്കുന്നത്. ഹൃദയത്തിന്റെ ഹാർട്ട് റിതം, ഹൃദയത്തിന്റെ താളം അല്ലെ. ദെൻ ഇത് ECG പോലെ തന്നെ നമ്മുടെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള വിവരങ്ങള് ഈ കാർഡിയാക് മോണിറ്ററിലൂടെ ശേഖരിക്കാൻ സാധിക്കുന്നു. ദെൻ പിന്നെ ഇതൊരു ബാറ്ററിയിലാണ് ചാർജ് ചെയ്യുന്നത്. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ്. വേറെ വയറുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ബാറ്ററിയിലാണത് പ്രവർത്തിക്കുന്നത്. എന്നാൽ നമുക്ക് സാധാരണമായിട്ടുള്ള ഹൃദയമിടിപ്പ് ഉണ്ടെങ്കിൽ, അതായത് ശരിയായ നോർമൽ ഹൃദയമിടിപ്പല്ല, ആ ഹൃദയമിടിപ്പിൽ വല്ല വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് മോണിറ്റർ ചെയ്യാനും സാധിക്കുന്നു. അതുപോലെ തന്നെ ഹൃദയത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ഉണ്ടോ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ടും ഓക്സിജന്റെ ലെവലൊക്കെ ഇതിൽ മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്സിജൻ ലെവല് എത്രയായിരുന്നു? ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കുന്നു, അറിയില്ലേ? നോർമൽ ലെവൽ എത്രയാണ് ഓക്സിജൻ? നോർമൽ ലെവല് ഓക്സിജന്റെ നോർമൽ സാച്ചുറേഷൻ റേറ്റ് 96. ബാക്കിയുള്ളവരെന്തേ മറന്നുപോയോ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കുന്നു, പറയാറില്ല ഈ ഒരു ക്വസ്റ്റ്യൻ. എല്ലായിടത്തും അതുമായിട്ട് എന്തെങ്കിലും ഒരു കറക്ഷൻ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് പ്രത്യേകം ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാൻ പറ്റണം. 96 to 100. ഓക്കെ, ഇപ്പൊ കാർഡിയാക് മോണിറ്റർ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പിക്ചർ ഐഡന്റിഫൈ ചെയ്യണം, ദെൻ വായിക്കാം. കാർഡിയാക് മോണിറ്റർ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചില്ലാവരോ? ദെൻ ലാസ്റ്റ് എക്യുപ്മെന്റ് ആണ് ഈ പറയുന്നത്. നമ്മളുടെ മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ലാസ്റ്റ് എക്യുപ്മെന്റ് ആണ് പറയുന്നത്. ഫ്രാക്ഷൻ. എന്താ ഫ്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളം? ഫ്രാക്ഷൻ മലയാളത്തിൽ എന്താ മീനിങ്? ഫ്രാക്ഷൻ റെഡി ഇല്ല. പിക്ചർ നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ട്രാക്ഷൻ എന്താ? ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നിരിക്കുന്ന പിക്ചർ ഒന്ന് ശ്രദ്ധിച്ചേ. എന്താണ് ആ പിക്ചറിൽ കാണുന്നത്? ഒരു വ്യക്തിയുടെ കാല് ഒടിഞ്ഞിട്ട് അത് മുറിവെന്ന് പറയാൻ പറ്റുമോ? ഒടിവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ്, പരിക്കുകൾ പറ്റുമ്പോൾ ആളുടെ കാല് നമ്മള് ഒരു ചെറിയൊരു എക്യുപ്മെന്റിൽ അത് തൂക്കിയിടുന്ന ഒരു സംഭവമാണ് അല്ലെ. അതായത് ബ്രോക്കൺ ബോൺസ് ഓർ റിലീവ്സ് പ്രഷർ ഓൺ ദ സ്പൈൻ ആൻഡ് ബോൺസ്. നോക്കാം. Traction is a set of mechanism to straighten broken bones or relieve pressure on the spinal and bones. അല്ലെ, നമ്മളുടെ അസ്ഥികൾക്ക് അല്ലെങ്കിൽ എല്ലുകൾക്ക് മറ്റും ഒടിവുകളോ അല്ലെങ്കിൽ നട്ടലിനൊക്കെ എന്തെങ്കിലും ഒടിവോ
അല്ലെങ്കിൽ സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ പ്രഷറുകളും സമ്മർദ്ദം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാലുകൾ നമ്മൾ തൂക്കിയിടും. അതൊരു ട്രീറ്റ്മെന്റ് ആണ്. ട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൂക്കിയിടുക എന്നാണ് അർത്ഥം കേട്ടോ. തൂക്കിയിടുക. ട്രാക്ഷൻ എന്ന് പറഞ്ഞാല് തൂക്കിയിടുക എന്നാണ് അർത്ഥം. സോ നമ്മുടെ തകർന്ന എല്ലുകളെ നേരെയാക്കുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ കട്ടലിനും അസ്ഥികൾക്കും ഒരു സമ്മർദ്ദം ഒഴിവാക്കാൻ, അതായത് നമ്മൾ താഴെ ഇങ്ങനെ ജസ്റ്റ് കട്ടിലയിൽ വെക്കുമ്പോഴത്തേക്ക് എന്താണ് ഒരു മറ്റ് പ്രഷറുകൾ കാലുകൾ വേദനയ്ക്ക് വരാം. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ ഒടിഞ്ഞ എല്ലുകൾ അത് നേരെയാകാനും അതുപോലെ തന്നെ വേറെ പ്രഷറുകളും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ ട്രാക്ഷൻ ഉപയോഗിക്കുന്നത്. ദി ആർ യൂട്ടിലൈസ്ഡ് ഇൻ ഓർത്തോപെഡിക് മെഡിസിൻ. ഓർത്തോപെഡിക് മെഡിസിൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസോർഡർ ടു സ്പൈൻ ഓർ അല്ലെങ്കിൽ നമ്മുടെ എന്തിനാണ് ജോയിന്റ്സുകൾക്കൊക്കെ ഡിസോർഡർ സംഭവിക്കുമ്പോഴാണ് നമ്മൾ ട്രാക്ഷൻ ഇടുന്നത്. അതുപോലെ തന്നെ നടുവേദനയൊക്കെ വരുന്ന പേഷ്യൻസിന് ഇതുപോലെ നമ്മൾ വെയിറ്റ് ഇടാറൊക്കെ പറയും ഇല്ലേ? കേട്ടിട്ടുണ്ടോ വെയിറ്റ് ഇടുന്നത്? നടുവേദനയൊക്കെ ഉള്ളപ്പോഴൊക്കെ വെയിറ്റ് ഇട്ടിട്ട് ചിലപ്പോൾ 1 week ഒക്കെ കിടക്കാൻ പറയും. അതും ഇതുപോലെ ഏകദേശം ട്രാക്ഷൻ ആണ്. കാലിങ്ങനെ വെയിറ്റ് ഇട്ടിട്ട് ഹൈറ്റിൽ തൂക്കിയിടുന്നതല്ലേ? അപ്പൊ അതും ഒരു ട്രാക്ഷൻ ആണ്. ട്രാക്ഷൻ കണ്ടാല് പിക്ചർ ഐഡന്റിഫൈ ചെയ്യാലോ? പൊടി സാൻഡല്ലേ കെട്ടി തോക്കുന്നത് ഉദ്ദേശിച്ചത്? അങ്ങനെയാണോ? സാൻഡല്ലേ മണല് ആണോ? യെസ്. ഓരോരുത്തരുടെയും സ്ലാങ്ങിൽ വ്യത്യാസം ഉണ്ടല്ലോ. ഓക്കെ. പലതും നമ്മളൊരു കാര്യത്തിന് പല വ്യത്യസ്ത പേരുകളിലാണല്ലോ ഓരോ ഏരിയയിലും പറയുന്നത്. ഓക്കെ. യെസ്. സാൻഡൽ, മണൽ, മണ്ണ് എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. ഓക്കെ. അപ്പൊ ട്രാക്ഷൻ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. തകർന്ന എല്ലുകളും ഇതൊക്കെ പൊട്ടലുകളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇതിനെ തൂക്കിയെടുത്തത് ട്രാക്ഷൻ. ഇപ്പൊ നമ്മുടെ കൈയൊക്കെ തന്നെ ചെറിയ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ കഴുത്തിൽ കൂടി ഇങ്ങനെ തൂക്കിയിട്ട് നടക്കില്ലേ കൈ? ഇല്ലേ? കൈയൊക്കെ ഒടികളൊക്കെ വരുമ്പോഴേ നമ്മളിങ്ങനെ തൂക്കിയെടുത്ത് നടക്കാറില്ലേ? കഴുത്തിൽ കൂടി ഒരു എന്താ പറയാ കൈ പോലെ വന്നിട്ട് കൈ ഇങ്ങനെ തൂക്കി പിടിച്ച് നടക്കുന്ന ഒരു അവസ്ഥ. കാല് മാത്രമല്ല കേട്ടോ, കൈയും അങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ. വായിച്ചു നോക്കാം കേട്ടോ. ട്രാക്ഷൻ ഒന്ന് വായിക്കുക. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ. അപ്പൊ നമ്മളെ മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററില് 43 എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. നിങ്ങൾ പഠിച്ചോ? വായിച്ചു നമ്മൾ അല്ലെ? അപ്പൊ 43 എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അത് കൃത്യമായിട്ടൊക്കെ പഠിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്കത് എന്താ പറയാ, സിമ്പിൾ ആണ്. നമുക്ക് പഠിക്കാൻ വേറെ പോയിന്റ്സുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അതില് അല്ലെ? അപ്പൊ നമുക്ക് ജസ്റ്റ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ദെൻ അതിന്റെ യൂസസ്, അത് മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വരുന്നുള്ളൂ. ഓക്കെ. ഒരു കാര്യം അതിനകത്ത് വിട്ടുപോയി. ട്രാക്ഷനെ 2 ടൈപ്പ് ട്രാക്ഷൻ പറയുന്നുണ്ട്. സ്കിൻ ട്രാക്ഷനും സ്കെൽറ്റൽ ട്രാക്ഷനും. ഈ സ്കിൻ ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നിനോട് നമ്മള് എന്താ പറയാ പട്ടീസ് ഒക്കെ ചുറ്റില്ലേ? അറിയോ? കേട്ടിട്ടുണ്ടോ? നമുക്ക് കാലുവേദനയൊക്കെ വരുമ്പോഴേ ആളുകള് പട്ടീസ് ഒക്കെ ചുറ്റിയിട്ട് നടക്കാറുണ്ട്. അറിയോ? ഒരു ബാൻഡേജ് പോലത്തെ സംഭവം, ഒരു ബ്രൗൺ കളറിലത്തെ ബാൻഡേജ് പോലെ തന്നെ അല്ലെ? അപ്പൊ അങ്ങനെയുള്ളതൊക്കെ സ്കിൻ ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് അങ്ങനെ നമ്മൾ പട്ടീസ് ഒക്കെ ചുറ്റിക്കൊണ്ട് കറക്റ്റ് നമുക്ക് കട്ടിലേക്ക് തന്നെ ഇങ്ങനെ കിടക്കാം. സ്റ്റീലിലെടുക്കുന്നതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ബാൻഡേജ് പോലെ തന്നെ. നെക്സ്റ്റ് ക്ലാസ്സിൽ ആ 2ന്റെ പിക്ചർ ഒന്ന് കാണിച്ചു തരാട്ടോ. അത് ഞാൻ വിട്ടുപോയി. ആ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണിച്ചാൽ അത് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചോദിക്കണം കേട്ടോ. സ്കിൻ ട്രാക്ഷൻ സ്കെൽറ്റൽ ട്രാക്ഷന്റെ പിക്ചർ ഒന്ന് എടുത്തിടാം. പിക്ചർ കാണിച്ചിട്ട് അത് പറഞ്ഞു തരാം. എങ്കിലേ അത് കുറച്ചും കൂടി അത് മനസ്സിലാക്കുള്ളൂ നിങ്ങൾക്ക്. ഓക്കെ. അത് നമുക്ക് ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല. 2 ടൈപ്പ് ഉണ്ടെന്ന് പഠിക്കാനുള്ളൂ. ഓക്കെ. പിക്ചർ കാണിച്ചു തരാം കേട്ടോ. ടൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അത് തന്നെ. പിക്ചർ കാണിച്ചു തരാം. പിക്ചർ കാണിക്കുമ്പോൾ കുറച്ചും കൂടി ഐഡിയ കിട്ടും. ഓർമ്മിപ്പിച്ചാൽ മതി നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ കേട്ടോ. പിക്ചർ കാണിക്കാം. വിട്ടുപോയത് അത് കാരണം അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ അത് ശ്രദ്ധിച്ചില്ല, നോക്കിയില്ല അത്. അപ്പൊ ഒരു പിക്ചർ കാണിക്കാം കേട്ടോ. അപ്പോ ബാക്കി വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാലോ? ഇതിന്റെ ഒരു ചെറിയൊരു ഡൗട്ട്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ഓർക്കുന്നുണ്ടോ?
ചെറിയതാണ്. നമ്മൾ എന്താണ് ഓരോ എക്യുപ്മെന്റും അതിന്റെ ജസ്റ്റ് ഒറ്റ മോഡലുള്ള അതിന്റെ ഉപയോഗം. അപ്പൊ ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഒരു ക്ലാസ് കഴിഞ്ഞ ഒരു 10 മിനിറ്റിന് ശേഷം നോട്ട്സ് തരാം. ഓക്കെ, അപ്പൊ എന്റേതായ രീതിയിൽ ചെറിയൊരു രീതിയിൽ, അതായത് ഒറ്റ വാക്കില് ജസ്റ്റ് ഒന്ന് നിങ്ങൾ PDF വായിക്കാം, അതോടൊപ്പം തന്നെ നമ്മളുടെ കുഞ്ഞി നോട്ട്സ് ഒന്ന് വായിക്കാം. അപ്പൊ രണ്ടും ആവുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് ക്യാച്ച് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ, നമുക്കിന്റെ ടൈമില്ല, നമ്മൾ പോർഷൻസ് ഒക്കെ കവർ ചെയ്യണ്ടേ. അപ്പോ അടുത്തൊരു ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു ചാപ്റ്റർ ആണ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ചാപ്റ്ററിന്റെ നമ്പർ 34 ആയിരിക്കും ചിലപ്പോ. ആണോ? നമ്പർ നിങ്ങൾ നോക്കണ്ട, നമ്പറിൽ ചിലപ്പോ ചേഞ്ചസ് ഉണ്ടാകാം. 34 ആണ്. ഓക്കെ, നോക്കാം. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. മെഡിക്കൽ ഗ്യാസ് എന്താണ്? മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഗ്യാസ് നമ്മളുടെ വീട്ടിലെ പാചകത്തിന് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് ആണോ? അതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല അല്ലെ? ഓക്സിജൻ. നമുക്കറിയാവുന്ന ഒരു മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ അല്ലെ? നമ്മള് മെയിനായിട്ട് ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ കൂടുതലായിട്ടെന്ന് പറയാം അല്ലെ, കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഗ്യാസ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഓക്സിജൻ സിലിണ്ടർ കാണാറുണ്ടോ? കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഓക്സിജൻ സിലിണ്ടേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ടാവും ഹോസ്പിറ്റലിൽ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? യെസ്. ഓക്കെ, ഇനി മറ്റേതെങ്കിലും ഗ്യാസുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മറ്റ് ഗ്യാസുകള്? നൈട്രജൻ. ഓക്കെ, PDF ഫയൽ വായിച്ചു നോക്കണ്ട, അല്ലാതെ തന്നെ നമുക്ക് അറിയില്ലാത്തത് നമുക്ക് പഠിക്കാലോ. നിങ്ങളുടെ അറിവിൽ അങ്ങനെ ഏതെങ്കിലും മറ്റ് മെഡിക്കൽ ഗ്യാസുകൾ അറിവുണ്ടോ? മെർക്കുറി ഗ്യാസാണോ? ഹൈഡ്രജൻ. ഓക്കെ, നൈട്രജൻ. ഓക്കെ, കുറച്ച് പേർക്ക് എന്തൊക്കെയോ അറിവുകളൊക്കെ ഉണ്ട് അല്ലെ? നോക്കാം, നമുക്ക് ഇൻട്രൊഡക്ഷൻ വായിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് അത് ആർക്ക് വേണ്ടിയിട്ടാണ് മെഡിക്കൽ ഗ്യാസ്? പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ? നമുക്കൊന്ന് ഇൻട്രൊഡക്ഷൻ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ഇൻട്രൊഡക്ഷൻ. മെഡിക്കൽ ഗ്യാസസ് ആർ ഗ്യാസസ് administrated to patients. മെഡിക്കൽ ഗ്യാസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരം ഗ്യാസസ് ആണ് അത്. Then administrated to patients. പേഷ്യൻസിന് വേണ്ടി അഡ്മിനിസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നതാണ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത്. Centralized medical gas system are increasingly turning out to be an essential requirement in hospitals in the same way that other necessary services and utilities like electricity, water and air conditioning. അല്ലെ? എന്ത് സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ്. നമ്മള് സെൻട്രലൈസ്ഡ് AC എന്ന് പറയും ഇല്ലേ? എന്ത് സെൻട്രലൈസ്ഡ് AC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രലൈസ്ഡ് AC ഒരു മുറിയിൽ മാത്രമാണോ? ആണോ? സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സെൻട്രലൈസ്ഡ് AC? മൊത്തത്തില്, അതായത് ഒരു വീട്ടിൽ ഫുൾ ആയിട്ട് സെൻട്രലൈസ് ചെയ്തിരിക്കുകയാണ് അല്ലെ? കോമൺ ആയിട്ടുള്ളതാണ്, അല്ലാണ്ട് ഒരു മുറിയിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ളതല്ല സെൻട്രൽ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെയും പറയുന്നത് സെൻട്രലൈസ്ഡ്, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് അങ്ങനെ തന്നെയാണ് കേട്ടോ, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ്. അതായത് മാൾസിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോ ഇപ്പൊ ഒരു ഗ്യാസ് സിലിണ്ടർ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഗ്യാസ് സിലിണ്ടർ ഒരു റൂമിലേക്ക് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഓൾ ഹോസ്പിറ്റലിലെ എല്ലാ ഏരിയയിലേക്കും അത് കണക്റ്റഡ് ആണ്. പൈപ്പ് ലൈനുകൾ വഴി എല്ലാ ഏരിയയിലേക്കും കണക്റ്റഡ് ആണ്. അതാണ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ അത് ആലോചിക്കുക. എല്ലാ ഏരിയയിലേക്കും, ഒരു റൂമിലേക്ക് മാത്രമല്ല, അത് ആവശ്യമായി വരുന്ന ഈ ഓക്സിജനും ഇങ്ങനെയുള്ള മെഡിക്കൽ ഗ്യാസസ് ആവശ്യമായി വരുന്ന ഒട്ടനവധി ഏരിയകളുണ്ട് ഹോസ്പിറ്റലുകളിൽ അല്ലെ? നമുക്കതിന് പഠിക്കാനുണ്ട്. അപ്പോ ആ ഏരിയയിലേക്ക് മൊത്തത്തിലാണ് നമ്മൾ ഈ സെൻട്രലൈസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വായിക്കാം. The centralized medical gas system increasingly turning out to be an essential requirement in hospital. അല്ലെ? അതായത് ഇതുപോലെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ ഉപയോഗം അല്ലെങ്കിൽ അതിന്റെ റിക്വയർമെന്റ്, ആവശ്യകത എന്ന് ഓരോ ദിവസം തോറും ഓരോ ഹോസ്പിറ്റലുകളിലും വർദ്ധിച്ചു വരികയാണെന്ന്. In the same way that other necessary service
യൂട്ടിലിറ്റി ലൈക്ക് അതായത് ഇലക്ട്രിസിറ്റി, വാട്ടർ ആൻഡ് എയർ കണ്ടീഷനിങ്. ഇത് അത്യാവശ്യമാണെന്ന് അറിയാലോ. ഇത് മൂന്നും ഹോസ്പിറ്റലുകൾക്ക് അത്യാവശ്യമാണ്. ഇലക്ട്രിസിറ്റി വേണം, വാട്ടർ വേണം, അതുപോലെ എയർ കണ്ടീഷനിങ്, ഓപ്പറേഷൻ തിയേറ്ററും മറ്റും അങ്ങനെയുള്ള ഒരു സെപ്പറേറ്റഡ് ഏരിയകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകൾ എയർ കണ്ടീഷനിങ് ആണ്. സോ ഇതെല്ലാം ആവശ്യമാണ് എന്നതുപോലെ തന്നെ ഒരു എസെൻഷ്യൽ റിക്വയർമെന്റ് ആണ് എന്താ മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത്. വാട്ടറും ഇലക്ട്രിസിറ്റിയും അതുപോലെ എയർ കണ്ടീഷനിങ്ങും നമുക്ക് അത്യാവശ്യമാണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്. സോ സെയിം ദ വേ അതർ നെസസറി, അതുപോലെ തന്നെ എന്താണ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്രീസിങ്, വർദ്ധിച്ചു വരുന്ന ഒരു ആവശ്യമായിട്ട് വരികയാണ്. ഇന്ന് നമ്മൾ കൂടുതലായിട്ടും ആശുപത്രികളിൽ മെഡിക്കൽ ഗ്യാസിന്റെ ഉപയോഗം കൂടുതലാണ്. അതിന്റെ റിക്വയർമെന്റ്സ് അനിവാര്യമാണ്. മെഡിക്കൽ ഗ്യാസസ് വിച്ച് ആർ ഗ്യാസസ് used in medical procedures are used for. എന്തെല്ലാം മെഡിക്കൽ പ്രൊസീജിയേഴ്സിലാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നത്? ഫോർ ട്രീറ്റ്മെന്റ്, ഫോർ അനസ്തീഷ്യ ആൻഡ് സം ഫോർ ഡ്രൈവിംഗ് മെഡിക്കൽ ഡിവൈസ് ആൻഡ് ടൂൾസ്. അല്ലെ, നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, അനസ്തീഷ്യ നൽകാൻ ഉപയോഗിക്കുന്നു. Then some മെഡിക്കൽ ഡിവൈസസും ടൂൾസും ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത് അവരുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിച്ച് വരുന്നു. ഇനി നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മെഡിക്കൽ ഗ്യാസ്, കൂടുതലും എല്ലാവർക്കും അറിയാവുന്നത് ഓക്സിജൻ ആയിരിക്കും, അല്ലെ? ആണോ? നമ്മളൊരു ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത് ഓക്സിജൻ തന്നെയാണ്. അപ്പൊ ഓക്സിജൻ ഗ്യാസ്, ഓക്സിജൻ മാത്രമല്ല നമ്മൾ കുറച്ചധികം മെഡിക്കൽ ഗ്യാസുകൾ ഹോസ്പിറ്റലുകളിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോ അവ ഏതൊക്കെയാണ്, അതിന്റെ ഉപയോഗമൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. മെയിൻ ആയിട്ട് ഹോസ്പിറ്റലിൽ ഉപയോഗിച്ചിട്ട് വരുന്ന മെഡിക്കൽ ഗ്യാസസുകൾ ഏതൊക്കെയാണ്, അവ ഏതെല്ലാം സിറ്റുവേഷൻസിലാണ് ഉപയോഗിക്കുന്നത്, ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒന്നും അറിയാത്ത ഒരാൾക്ക് മെഡിക്കൽ ഗ്യാസിന്റെ ഉപയോഗം ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങൾക്ക് തന്നെ, ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഗ്യാസ് ഉണ്ട്, നമ്മുടെ പാചകം കുക്കിങ്ങിനുള്ള ഗ്യാസ് ഉണ്ട്. അത് എത്ര പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റും? എല്ലാവർക്കും കണക്ട് ചെയ്യാറുണ്ടോ? ചിലർക്ക് പേടിയായിരിക്കും, നമുക്ക് അറിയില്ലായിരിക്കാം അത്, അല്ലെ? കാരണം ഗ്യാസ് ആണ് അത് ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമാണ്. അതിനാൽ തന്നെ എല്ലാവർക്കും അത് അറിയണമെന്നില്ല, അല്ലെ? ഇപ്പൊ നമ്മളൊരു ഗ്യാസ് വീട്ടിൽ തീർന്നിട്ടുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾ എത്ര പേര്? കുറച്ചു പേർക്ക് പേടിയുണ്ട്, എല്ലാവർക്കും അത് അറിയണമെന്നില്ല. അപ്പൊ അത് സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യുവാൻ. അതുപോലെ തന്നെയാണ് ഒരു ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തില് അത് അറിവ് ഉപയോഗിച്ചിട്ട് വേണം അത് ശരിയായ രീതിയിൽ അത് കൈകാര്യം ചെയ്യണം. ഇനി അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റമാണ്. ഓക്കെ, ഹോസ്പിറ്റലിൽ ഉപയോഗിച്ചു വരുന്ന ഗ്യാസസുകളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഒരു മിനിമം എനിക്ക് തോന്നുന്ന ഒരു 7-8 മെഡിക്കൽ ഗ്യാസസ് ആണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിച്ചിട്ട് വരുന്നത്. സോ അത് ഏതൊക്കെയാണെന്നും അതിന്റെ പേരുകള്, അതിന്റെ ഉപയോഗം, നമ്മൾ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, നമ്മൾ അതിന്റെ പ്രൊട്ടക്ഷൻസ് എങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടത്, ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മൾ അറിയാത്തൊരു കാര്യമാണത്, അല്ലെ? ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ? മെഡിക്കൽ ഗ്യാസസുകളെ കുറിച്ച് നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അത് നല്ല രീതിയിൽ പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് പഠിക്കരുത്. കാരണം അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര പോരായിട്ട് തോന്നും. നമുക്കറിയാത്തൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ വളരെ എന്താ പറയാ, ആകാംക്ഷയോടെ ഇരിക്കാൻ പഠിക്കാം. ഓക്കെ, സിമ്പിൾ ആണ്. നമ്മൾ അങ്ങനെ മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്. ഇൻട്രൊഡക്ഷൻ ഭാഗം ഒന്ന് വായിക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞതോളൂ. ഇനി ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഇൻട്രൊഡക്ഷൻ വായിക്കുക, മെഡിക്കൽ ഗ്യാസ് എന്താണ്, അത് എവിടെയൊക്കെയാണെന്ന് ഉപയോഗിച്ച് വരുന്നത്. അത്രയും മാത്രമാണ് ഇപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞത്. ഇത്രയും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ മാത്രം വായിക്കാനായിട്ട് അത് മാത്രമാണ് നമ്മൾ പറഞ്ഞത്.
കംപ്ലീറ്റ് ചെയ്തോ? ഇൻട്രൊഡക്ഷൻ മാത്രം വായിക്കാമല്ലോ. വായിച്ചില്ലാവരും? ഓക്കെ. അപ്പോ എന്താണ് മെഡിക്കൽ ഗ്യാസ് എന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയോ ഇൻട്രൊഡക്ഷൻ വായിച്ചിട്ട്? ഓക്കെ ആണോ? നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. അപ്പൊ എന്താണ് ജസ്റ്റ് മെഡിക്കൽ ഗ്യാസ് എന്നുള്ള ഐഡിയ കിട്ടിയോ? ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കാം. മെഡിക്കൽ ഗ്യാസ് യൂസ് ഏരിയാസ് ഇൻ ഹോസ്പിറ്റൽ. നമ്മള് ഹോസ്പിറ്റലിൽ എവിടെയൊക്കെയാണ് മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കുന്നത്. നോക്കാം. The departments that use medical gas in hospital consist of underline ചെയ്യാട്ടോ എന്ന് പറയുന്നത് വായിക്കുന്നത് അണ്ടർലൈൻ ചെയ്യാം എവിടെയൊക്കെയാണെന്ന്. ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റ്സുകളിലാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നത്. The department that use medical gases in hospital consist of rooms, recovery rooms, then diagnostic procedure and intervention area, obstetrics and gynecology wards, ICU, general wards, etc. അപ്പോൾ ഒരു ഹോസ്പിറ്റലിലെ ഒട്ടുമിക്ക ഓൾമോസ്റ്റ് എല്ലാ ഏരിയകളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെ. ഇന്റർവെൻഷൻ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചികിത്സ നൽകുന്ന ഏരിയകളാണ് കേട്ടോ ഇന്റർവെൻഷൻ. നമ്മുടെ കാഷ്വാലിറ്റി ഒക്കെ പോലെ അതാണ് ഇന്റർവെൻഷൻ ഏരിയ. Then obstetrics and gynecology വാർഡ്, ICU, ജനറൽ വാർഡുകൾ എക്സെട്ര. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഏകദേശം എനിക്ക് തോന്നുന്നു എല്ലാ ഏരിയകളും കവർ ചെയ്തിട്ടുണ്ട് അല്ലെ. അണ്ടർലൈൻ ചെയ്തു എല്ലാവരും? അണ്ടർലൈൻ ചെയ്യാണ്ട് ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റ്സിലാണ് മെഡിക്കൽ ഗ്യാസസ് ഉപയോഗിക്കുന്നത്? എക്സാമ്പിൾ ചോദിക്കേണ്ടത് അണ്ടർലൈൻ ചെയ്യാം. Then equipment is connected to the medical gas pipeline system via station outlets. അല്ലെ. അതായത് എക്യുപ്മെന്റ്സ് കണക്ട് ചെയ്തിരിക്കുന്നത് ഉപകരണങ്ങള് മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈനുകൾ വഴിയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത്. നോക്കാം. പിക്ചർ നോക്കി എല്ലാവരും. ആ പിക്ചർ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഹോസ്പിറ്റലിനുള്ളിൽ ശ്രദ്ധിച്ചു നോക്കാം. പിക്ചർ നോക്കാം. ഈ പിക്ചർ എവിടെയെങ്കിലും നിങ്ങൾ ഈ ഒരു സംഭവം കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഹോസ്പിറ്റലില് കാഷ്വാലിറ്റിയിൽ കണ്ടിട്ടുണ്ട്. കാഷ്വാലിറ്റിയിലാണ് നമ്മളിപ്പോ ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് കാഷ്വാലിറ്റിയിലായിരിക്കും അല്ലെ. കാഷ്വാലിറ്റിയില് എവിടെയായിട്ടായിരിക്കും കണ്ടിരിക്കുന്നത്? റൂമുകളിലുണ്ട്. ഓക്കെ. മെയിൻ ആയിട്ട് എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? മതിലിനോട് ചേർന്നിട്ട് മതിലും വെക്കുന്നത് ഘടിപ്പിച്ചിരിക്കുന്നത് അല്ലെ. അതായത് ഓക്സിജൻ സിലിണ്ടേഴ്സ്. എങ്ങനെയാണ് അതിൽ കൂടി നമുക്ക് ഓക്സിജൻ ലഭിക്കുന്നത്? അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവിടെ ഓക്സിജൻ സിലിണ്ടർ അടുത്തൊന്നും വെച്ചിട്ടില്ല. എങ്ങനെയാണ് നമുക്ക് അതിലൂടെ ഓക്സിജൻ ലഭിക്കുന്നത്? ത്രൂ പൈപ്പ് ലൈൻ. അതാണ് നമ്മൾ പറഞ്ഞത് സെൻട്രലൈസ്ഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. അതായത് ഈ ഓക്സിജൻ സിലിണ്ടറുകൾ നമ്മളുടെ ആ മതിലിന്റെ ഇപ്പോൾ മതിലിനോട് ചേർന്നിട്ട് അടുത്തുള്ളത് ഘടിപ്പിച്ചിരിക്കുന്നത്. സോ ആ ഹോസ്പിറ്റലിന്റെ പല സെക്ഷനിൽ കൂടിയും നമ്മളുടെ മതില് ഈ വാർഡിന്റെ ഉള്ളിൽ കൂടി എല്ലാം പൈപ്പ് ലൈൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ഏരിയകളിലേക്കും ഈ ഒരു പൈപ്പ് ലൈൻ കണക്ഷൻ പോയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഇന്റർവെൻഷൻ ഏരിയയില്, അതുപോലെ ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കില്, ICU, ജനറൽ വാർഡ്സ്, ഇവിടെ എല്ലാം ഈ പൈപ്പ് ലൈൻ വഴി തന്നെയാണ് ഈ ഒരു ഔട്ട്ലെറ്റ് സംവിധാനം വന്നിരിക്കുന്നത്. സോ അതിലൂടെ നമുക്ക് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും മറ്റും സിലിണ്ടർ ഗ്യാസുകൾ നമുക്ക് പേഷ്യന്റിന് കൊടുക്കുന്നു. ദെൻ പിക്ചർ നോക്കാട്ടോ. അത് പിക്ചർ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഓർക്കണേ. മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ ഒരു പിക്ചർ ആണ് അത്. അതിന്റെ താഴെ നോക്കാം. Medical gas system includes vacuum system and waste anesthetic gas disposal, anesthetic gas scavenging system. Medical gas system include ചെയ്തിരിക്കുന്നതാണ് വാക്വം. വാക്വം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വാക്യൂം ക്ലീനർ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വാക്വം ക്ലീനർ കണ്ടിട്ടില്ലേ? എന്താ വാക്വം ക്ലീനർ ചെയ്യുന്നത്? വാക്വം ക്ലീനർ കേട്ടിട്ടുണ്ടോ? വാക്വം ക്ലീനർ എന്താ വാക്വം ക്ലീനർ ചെയ്യുന്നത്? പൊടിപടലങ്ങളൊക്കെ വലിച്ചെടുക്കൂലേ? ക്ലീൻ ചെയ്യാൻ വേണ്ടി പൊടികളൊക്കെ മറ്റും വലിച്ചെടുക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഒരു വാക്വം സിസ്റ്റം നമുക്കുമുണ്ട്. ഹോസ്പിറ്റലിൽ ഉണ്ട് കേട്ടോ വാക്വം സിസ്റ്റം. പൊടി വലിച്ചെടുക്കുന്നതല്ല, ഇവിടെ എയറും മറ്റു കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കാനായിട്ടുള്ളൊരു വാക്വം സിസ്റ്റം ഉണ്ട്. അതെല്ലാം മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡഡ് ആണ്. വാക്വം സിസ്റ്റമും അതുപോലെ തന്നെ വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ. വേസ്റ്റിന്റെ അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ, അതായത് അനസ്തെറ്റിക് ഗ്യാസ് സ്കാവെഞ്ചിങ് സിസ്റ്റം, അതായത് വാതകങ്ങൾ വൃത്തിയാക്കല്. സ്കാവെഞ്ചിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ വൃത്തിയാക്കുക. ഓക്കെ. അപ്പൊ മെഡിക്കൽ ഗ്യാസിൽ അത് രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് വാക്വം സിസ്റ്റവും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ സ്കാവെഞ്ചിങ് സിസ്റ്റം, അനസ്തെറ്റിക് വാതകങ്ങളുടെ ശുദ്ധീകരണം അല്ലെങ്കിൽ വൃത്തിയാക്കൽ, ഇതും കൂടി നമ്മളുടെ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ.
ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. മെഡിക്കൽ ഗ്യാസ് യൂസസ് ഏരിയാസ് ഇൻ ഹോസ്പിറ്റൽ. പിക്ചർ നോക്കുക, അത് വായിക്കുക കേട്ടോ. മനസ്സിലാക്കി വായിക്കാം. അണ്ടർലൈൻ ചെയ്യേണ്ടത് അണ്ടർലൈൻ ചെയ്യാം. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിലാണ് ഉപയോഗിക്കുന്നത്. വായിച്ചില്ലാവരും? ഓക്കെ. അപ്പൊ നമ്മള് എന്താണ് ഒരു മെഡിക്കൽ ഗ്യാസ്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിനുള്ള ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റുകളിലാണ് അത് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കിയത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ. നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഓക്സിജൻ എന്നൊരു ഗ്യാസ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പൊ ഓക്സിജന് പുറമെ ഏതെല്ലാം മെഡിക്കൽ ഗ്യാസസ് ആണ് നമ്മുടെ ഹോസ്പിറ്റലിൽ മെയിൻ ആയിട്ട് ഉപയോഗിച്ച് വരുന്നത്. ഇതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. മെയിൻ ആയിട്ട് 7 തരത്തിലുള്ള മെഡിക്കൽ ഗ്യാസസ് ആണ് നമ്മൾ ഒരു ഹോസ്പിറ്റലുകളിൽ ഇതുവരെ ഉപയോഗിച്ച് വരുന്നത്. പേരുകൾ നമുക്ക് ഫസ്റ്റിൽ ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ മെഡിക്കൽ എയർ, സെക്കൻഡ് വൺ ഓക്സിജൻ. ഓക്സിജൻ നിങ്ങൾക്ക് അറിയാം. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ്, ഫോർത്ത് വൺ നൈട്രജൻ, ദെൻ ഫിഫ്ത് വൺ നൈട്രസ് ഓക്സൈഡ്, സിക്സ്ത് വൺ വാക്വം, ദെൻ കംപ്രസ്ഡ് എയർ. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള 7 മെഡിക്കൽ ഗ്യാസസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് ഹോസ്പിറ്റലുകളിൽ ഉപയോഗിച്ച് വരുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് ഓരോ മെഡിക്കൽ ഗ്യാസസും എന്താണെന്ന് പഠിക്കാനുണ്ട്. അപ്പൊ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. അത്യാവശ്യം ആ ഒരു മെഡിക്കൽ ഗ്യാസ് എവിടെയാണ് അത് അപ്ലൈ ചെയ്യുന്നത്, ഏത് സിറ്റുവേഷൻസിലാണ് പേഷ്യൻസിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അത്ര മാത്രം പഠിക്കാനുള്ളൂ. അധികം പഠിക്കാനൊന്നുമില്ല. ഫസ്റ്റ് വൺ മെഡിക്കൽ എയർ. അപ്പൊ നമ്മുടെ സാധാരണ നോർമൽ എയർ അതുപോലെ തന്നെയാണ് ഈ മെഡിക്കൽ എയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം. മെഡിക്കൽ എയർ മീൻസ് എ clean supply of compressed air used in hospital and healthcare facilities to distribute medical gas. Underline ചെയ്യാം. ഫസ്റ്റ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. മെഡിക്കൽ എയർ മീൻസ് എ clean supply of compressed air. Clean supply of compressed air. അതായത് മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യുവാനായിട്ട് ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്ന കംപ്രസ് ചെയ്തിട്ടുള്ള ഒരു ശുദ്ധമായിട്ടുള്ള ഒരു വായുവാണെന്ന്. നമ്മുടെ വായു തന്നെ ശുദ്ധമായിട്ടുള്ള ഒരു കംപ്രസ് ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ്, അടച്ചിതാക്കിയിട്ടുള്ള കംപ്രസ് ചെയ്തിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ഒരു വായുവാണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫ്രീ ഓഫ് പൊല്യൂഷൻ ആൻഡ് പാർട്ടിക്കിൾസ്. അതൊരു എന്താണ്, ഫ്രീ ഓഫ് പൊല്യൂഷൻ, അവിടെ മലിനീകരണമൊന്നുമില്ല, പൊടിപടലങ്ങളോ മലിനീകരണങ്ങളോ ഒന്നുമില്ലാത്ത ശുദ്ധമായിട്ടുള്ള ഒരു കംപ്രസ്ഡ് എയർ ആണ്, ശുദ്ധമായിട്ടുള്ള ഒരു വായു. ഹാസ് നോ ഓയിൽ ഓർ നോ ഓഡേഴ്സ്. അതിനൊരു എണ്ണമയമോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു സ്മെല്ലോ ഒന്നുമില്ല. പൊല്യൂഷൻ ഇല്ല, പാർട്ടിക്കിൾ ഇല്ല, എണ്ണമയമില്ല, സ്മെല്ലില്ല. അത്രയും വളരെ പ്യൂർ ആയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ഒരു എയർ ആണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ആൻഡ് is right to block water buildup in the facilities pipeline. അതുപോലെ തന്നെ പൈപ്പ് ലൈനുകളിൽ, അതായത് പൈപ്പ് ലൈൻ നമ്മൾ പറഞ്ഞില്ലേ ഗ്യാസ് പൈപ്പ് ലൈൻ വഴിയാണ് വരുന്നത്. സോ ഈ പൈപ്പ് ലൈനുകളിൽ എന്തെങ്കിലും തടസ്സങ്ങളോ ലീക്കേജസുകളോ വെള്ളം കെട്ടി നിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഈ മെഡിക്കൽ എയർ ഉപയോഗിച്ചുകൊണ്ട് അതിനെ നമുക്ക് നീക്കം ചെയ്യാനും സാധിക്കുന്നു, അതിന് തടയാൻ പറ്റുന്നു മെഡിക്കൽ എയർ ഉപയോഗിച്ച്. When a patient in the operating room, whether it's an emergency or not, a surgeon depends on medical air compressed to keep patient comfortable and breathing. അതായത് ഒരു പേഷ്യന്റ് ഇപ്പോ ഓപ്പറേഷൻസ് റൂമിലാണെങ്കിലും അല്ലെങ്കിൽ എമർജൻസി ആയിട്ടിരിക്കുകയാണെങ്കിലും എമർജൻസി അല്ലാത്ത തരത്തിലുള്ള പേഷ്യൻസ് ആണെങ്കിലും
മെഡിക്കൽ എയർ അവർക്ക് പേഷ്യൻസിന് കംഫോർട്ട് ആക്കാൻ സാധിക്കുന്നുള്ളൂ. അതായത് കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്രീത്തിങ്, അതായത് ഇത് പ്യൂർ ആണല്ലോ, വേറെ ശുദ്ധമായിട്ടുള്ള ഒരു മെഡിക്കൽ എയർ നമുക്ക് പേഷ്യൻസിന് നൽകാൻ സാധിക്കുന്നത്. അത് എമർജൻസി പേഷ്യൻസിനായിട്ടുണ്ടെങ്കിലും എമർജൻസി അല്ലാതെയുള്ള പേഷ്യൻസിന് നമുക്ക് മെഡിക്കൽ എയർ കൊടുക്കാവുന്നത്. നല്ലൊരു ബ്രീത്തിങ്ങിന് അവരുടെ ബ്രീത്തിങ് കംഫോർട്ട് ആക്കാൻ വേണ്ടിയിട്ട് ശുദ്ധമായിട്ടുള്ള ഒരു വായു നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു. ഇതാണ് ഫസ്റ്റ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ എയർ. അപ്പോ അതില് പ്രധാനമായിട്ട് നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ്സ് ഏതൊക്കെയാണ്? ക്ലീൻ സപ്ലൈ ഓഫ് കംപ്രസ്ഡ് എയർ ആണ്, then free pollution, particles, then no oil odors, അല്ലെ? മണമൊന്നുമില്ല, സ്മെല്ലില്ല, അതുപോലെ തന്നെ എന്താണ്, ഓയിൽ എണ്ണമയമൊന്നുമില്ല, പൊല്യൂഷൻ ഒന്നുമില്ല, പൊടിപടലങ്ങളില്ലാത്ത ശുദ്ധമായിട്ടുള്ള ഒരു വായു. ദെൻ എമർജൻസി ആണെങ്കിലും എമർജൻസി അല്ലാത്ത പേഷ്യൻസിന് അവരുടെ ബ്രീത്തിങ് കംഫോർട്ടബിൾ ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? മെഡിക്കൽ എയർ നൽകാം. ഓക്കെ, ക്ലിയർ ആണോ? മെഡിക്കൽ എയർ മനസ്സിലായോ? ഓക്കെ, എല്ലാരും ഉറക്കത്തിലാണോ? ഫസ്റ്റ് പീരീഡ് തന്നെ ശ്രദ്ധിക്കണില്ല ക്ലാസ്? ഓക്കെ, മെഡിക്കൽ എയർ ഒന്ന് വായിച്ചു നോക്കുക, പെട്ടെന്ന് വായിച്ചു നോക്കട്ടോ. മെഡിക്കൽ എയർ വായിച്ചു നോക്കുക. ഓക്കെ, മെഡിക്കൽ എയർ വായിച്ചോ? ക്ലിയർ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. നെക്സ്റ്റ് നോക്കാം. രണ്ടാമത്തെ മെഡിക്കൽ ഗ്യാസ് ആണ് ഓക്സിജൻ. നമുക്കറിയാം കോമൺ ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഗ്യാസ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത്. നോക്കാം, ഓക്സിജൻ a medical gas required in every healthcare setting and is used for നോക്കാം resuscitation and inhalation therapy. എന്താ resuscitation വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് പുനരുത്തേജനം അല്ലെങ്കിൽ ഒരു പുനർജീവനം എന്ന് പറയാം. അതുപോലെ ഇൻഹലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്വസനം. ഇതിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ഓക്സിജൻ ഉപയോഗിക്കുന്നത്. resuscitation അവിടെ വേണമെങ്കിൽ സൈഡില് വെന്റിലേറ്റർ എന്ന് എഴുതിയിട്ടോ കേട്ടോ. വെന്റിലേറ്ററിലേക്ക് ഓക്സിജൻ വേണ്ടി ഓക്സിജന്റെ ആവശ്യത്തോടു കൂടിയല്ലേ നമ്മൾ അവിടെ കിടക്കുന്നത് പേഷ്യൻസ്. resuscitation പുനർജീവനം, അതിന് വെന്റിലേറ്റർ എക്സാമ്പിൾ ആണ്. സൈഡിൽ ഒന്ന് വെന്റിലേറ്റർ ഒന്ന് എഴുതിയിടാം കേട്ടോ. then inhalation therapy ശ്വസന സംബന്ധമായിട്ടുള്ള ഒരു തെറാപ്പി. നമ്മൾക്ക് ശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഓക്സിജൻ. സോ ഇൻഹലേഷൻ തെറാപ്പിക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഓക്സിജൻ. then it can be used for medical conditions like ഏതെല്ലാം മെഡിക്കൽ കണ്ടീഷൻസിലാണ് നമ്മൾ ഓക്സിജൻ ആവശ്യമായിട്ട് ഒരു പേഷ്യന്റിന് അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ ഏതെല്ലാം സാഹചര്യത്തിലാണ്, ഏതൊക്കെ അസുഖങ്ങൾ അല്ലെങ്കിൽ ഏതെല്ലാം കണ്ടീഷൻസ് വരുമ്പോഴാണ് ഓക്സിജൻ ഗ്യാസ് ഉപയോഗിക്കുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് ഇവിടെ ഓരോ ഗ്യാസസ് പഠിക്കുമ്പോഴും അത് എവിടേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, ഏതെല്ലാം കണ്ടീഷൻസിലാണ് പേഷ്യൻസിന് നമുക്ക് ആ ഒരു ഗ്യാസ് കൊടുക്കാൻ പറ്റുന്നത്, അത് ഇമ്പോർട്ടന്റ് ആണ്. അതാണ് മെയിൻ പോയിന്റ് നമ്മളുടെ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ കണ്ടീഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ COPD. എന്താ ഫുൾ ഫോം COPD? COPD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ഓക്സിജൻ കുറയുന്ന ഒരു അവസ്ഥ. അങ്ങനെ വരുമ്പോൾ ശ്വാസതടസ്സം വരും പേഷ്യൻസിന്. അവിടെ ഒരു നോർമൽ ഓക്സിജൻ റേറ്റ് ആയിരിക്കില്ല അവർക്ക്. സോ അവർക്ക് ഓക്സിജന്റെ ആവശ്യം ആണ്. Then second one സൈനോസിസ്. അല്ലെങ്കിൽ സിയാനോസിസ് എന്ന് പറയാം, സൈനോസിസ് എന്ന് വിളിക്കാം. എന്താ സൈനോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടാവില്ലല്ലോ. സൈനോസിസ് പഠിച്ചിട്ടുണ്ടോ? COPD എന്താ ഫുൾ ഫോം? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. സൈനോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൂ കളർ ആവുന്നത്, ഒരു നീലമയം വരുന്നത് ശരീരത്തിന്. എന്തുകൊണ്ടാണ് അങ്ങനെ ബ്ലൂ കളർ സംഭവിക്കുന്നത്? എന്തെങ്കിലും ദുഷ്ടാംശം മറ്റും നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ
നമ്മള് എന്ത് ചെയ്യും? ബ്ലൂ ഷെയ്ഡ് ആയി പോകും അല്ലെ? ഇപ്പൊ പാമ്പ് എടുക്കുമ്പോഴും പോയിസൺ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു നീലമയമായിട്ട് വരും. ആ സാഹചര്യത്തിന് ആൾക്ക് ചിലപ്പോൾ ശ്വസനത്തിന് ബുദ്ധിമുട്ട് വരും. ആൾക്ക് തന്നെ ശ്വസിക്കാനായിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടാകും. ആ സിറ്റുവേഷൻസിൽ നമുക്ക് ഓക്സിജൻ ആവശ്യമാണ്. ദെൻ ഷോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? മീൻസ് പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു അവസ്ഥയൊക്കെ വരുന്നത്, ഷോക്ക് ആവുന്നത്. Then third, hemorrhage. Hemorrhage എന്ന് വെച്ചാൽ എന്താണ്? ഹെമറേജ് രക്തസ്രാവം സംഭവിക്കുമ്പോൾ. Then കാർബൺ മോണോക്സൈഡ് പോയിസണിങ്, ബ്ലീഡിങ്, കാർബൺ മോണോക്സൈഡിന്റെ പോയിസണിങ്. Then ട്രോമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വീഴ്ചകളോ ആഘാതങ്ങളോ ഒക്കെ സംഭവിക്കുന്ന പേഷ്യൻസുകൾ, ട്രോമ. Then cardiovascular and respiratory arrest, സംബന്ധമായിട്ടുള്ള ഹാർട്ട് അറ്റാക്കും മറ്റു കേസസുകൾ. Resuscitation നമ്മൾ നേരത്തെ പറഞ്ഞു, പുനരുജ്ജീവനം. ആൻഡ് ലൈഫ് സപ്പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഓക്സിജൻ മാസ്കിന്റെ സഹായത്തോട് കൊടുക്കുന്ന പേഷ്യൻസിന് അവർക്ക് ഓക്സിജൻ ആവശ്യമാണ്. അപ്പോൾ ഇത്തരം കണ്ടീഷൻസിലാണ് നമ്മൾ ഓക്സിജൻ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ എല്ലാ കണ്ടീഷൻസും ഒന്ന് പഠിച്ചു വെക്കുക. കാരണം എക്സാമിൽ ചിലപ്പോൾ ചോദിക്കാം അല്ലെ, ഓക്സിജൻ ഉപയോഗിക്കുന്ന കണ്ടീഷൻസ് ഏതെല്ലാമാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്തരം കണ്ടീഷൻസിന്റെ പേര് മാത്രം നമുക്ക് തരാം. എന്നിട്ട് ഈ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് പേഷ്യൻസിന് ഏത് ഓക്സിജൻ അല്ലെങ്കിൽ ഏത് ഗ്യാസസ് ആണ് നൽകാൻ കഴിയുന്നത് ചോദിച്ചൂടെ? 2 ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ ഇപ്പൊ വന്നില്ല അതിനുള്ളിൽ നിന്ന്. മനസ്സിലായോ? അല്ലെങ്കിൽ ചിലപ്പോ നമ്മളോട് ഓക്സിജൻ ഗ്യാസ് ഉപയോഗപ്പെടുത്തുന്ന കണ്ടീഷൻസ് ചോദിക്കാം, മെഡിക്കൽ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഈ മെഡിക്കൽ കണ്ടീഷൻസ് തന്നുകൊണ്ട് ഈ ഒരു കണ്ടീഷൻസിൽ ഏത് ഗ്യാസ് ആണ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്? 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ആയോ? ചോദിച്ചൂടെ നിങ്ങളുടെ എക്സാമിന് മാത്രമല്ല, നിങ്ങൾ നാളെ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇന്റർവ്യൂവിൽ ചോദിക്കാം. ഇന്റർവ്യൂവിൽ എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് നമുക്കറിയാലോ, മെഡിക്കൽ ഗ്യാസസ്. അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു ഹെമറേജ് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു COPD വന്ന പേഷ്യൻസ് ആണ്. അപ്പൊ ഈ പേഷ്യന്റിന് അപ്പോ നിങ്ങൾ ഏത് മെഡിക്കൽ ഗ്യാസ് ആയിരിക്കും നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നത്, സജസ്റ്റ് ചെയ്യുന്നത്? ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ പഠിക്കുന്നത് എല്ലാത്തിനും വേണ്ടിയിട്ടായിരിക്കണം, ജസ്റ്റ് മാർക്ക് കിട്ടി ജയിക്കാൻ വേണ്ടി ആകരുത്. ഓക്കെ, അപ്പൊ ഓക്സിജൻ ആണ് നമ്മൾ പറഞ്ഞത്. എല്ലാ ഹോസ്പിറ്റലുകളിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഗ്യാസ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്സിജൻ ഓക്കെ ആണോ? കുഴപ്പമുണ്ടോ? ഓക്കെ. ദെൻ അടുത്ത മെഡിക്കൽ ഗ്യാസ് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ്. ഒരു കാര്യം കൂടി ചോദിക്കാൻ വിട്ടുപോയി. മെഡിക്കൽ എയർ എന്ന് പറയുമ്പോൾ അത് എന്ത് കളറാണെന്ന് അറിയാമോ? ജസ്റ്റ് സൈഡിൽ എഴുതിയിട്ടുള്ളൂ. ഇനി വരുന്നുണ്ട്, എന്നാലും നമുക്ക് ഒപ്പം എഴുതി പഠിച്ചിട്ട് നമ്മൾ പോവാം കേട്ടോ. മെഡിക്കൽ എയർ എന്ന് പറയുമ്പോൾ വൈറ്റ് കളറോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറോ വരാം കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സൈഡിലൊന്ന് എഴുതിയിട്ടുള്ളൂ. നമുക്ക് ഇനി അടുത്ത ടേബിൾ ആയിട്ട് പഠിക്കാനുണ്ട്, എങ്കിലും കുഴപ്പമില്ല. നമുക്ക് എടുത്തു പോകുമ്പോ അതിന്റെ ഒപ്പം തന്നെ അതും പഠിച്ചിട്ട് പോകാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഓക്സിജൻ എന്ത് കളറിലാണ് നിങ്ങൾ ഓക്സിജൻ സിലിണ്ടർ കണ്ടിരിക്കുന്നത്? ഹോസ്പിറ്റലിലെ ഓക്സിജൻ സിലിണ്ടേഴ്സ് കണ്ടിരിക്കുന്നത് എന്ത് കളറാണ്? വൈറ്റ് കളറാണ് അല്ലെ? വേറെ കളർ കോഡുകൾ ഉണ്ടോ? വൈറ്റ് കളറാണ് നമ്മൾ കോമൺ ആയിട്ട് ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കുന്നത് കേട്ടോ. വൈറ്റ് കളർ എഴുതി വെക്കുക. വൈറ്റ് എന്ന് എഴുതാം, അതിന്റെ സൈഡിൽ തന്നെ എഴുതിയാൽ മതി. ദെൻ അടുത്ത മെഡിക്കൽ ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ, CO2. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കളർ എന്താണെന്ന് അറിയാമോ? ഗ്രേ കളറാണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡിന് ഗ്രേ കളറാണ്. ഗ്രേ, GRE. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രേ കളർ. ഇനി നോക്കാട്ടോ കാർബൺ ഡൈ ഓക്സൈഡ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് യൂസ്ഡ് ഫോർ insuffling medical gas for less invasive surgeries like insufflating. എന്താ ഇൻസഫ്ലേറ്റിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ? ഇൻസഫ്ലേറ്റിംഗ് മലയാളത്തില് എന്താ പറയാ? ഇൻസഫ്ലേറ്റിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ വീർപ്പിക്കുക, ഊതി വീർപ്പിക്കുക എന്നൊക്കെ പറയേ. നമ്മൾ ബലൂണൊക്കെ ഊതി വീർപ്പിക്കുകയെ, വീർപ്പിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ ഇൻസഫ്ലേറ്റിംഗ്. ഓക്കെ,
Carbon dioxide is used for insufflating medical gas for less invasive surgeries like less invasive എന്താണ് വലിയ ചെറിയൊരു മുറിവ് അധികം വലിയ മുറിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഏരിയകളില് അങ്ങനെയുള്ളൊരു സർജറീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നത്. അതായത് വീർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഊതി വീർപ്പിക്കുക. എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചും കൂടി ഐഡിയ കിട്ടും കേട്ടോ. ലാപ്രോസ്കോപ്പി സ്പെല്ലിംഗ് എങ്ങനെയാണ് നിങ്ങളുടെ PDF കിടക്കുന്നത്? ലാപ്രോ LAPRO ആണ് കേട്ടോ. ലാപ്രോസ്കോപ്പി laparoscopy, then arthroscopy, endoscopy and cryotherapy. ഇങ്ങനെയുള്ള ചെറിയ സർജറീസ്. എൻഡോസ്കോപ്പി എന്ന് വെച്ചാൽ എന്താണ്? എൻഡോസ്കോപ്പി എന്താ? എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് പറയാറുണ്ട്. എന്തെന്ന് എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് പറയുന്നത്? നമ്മളുടെ വയറിനുള്ള ഒബ്സർവേഷൻ ആണ്, അതിനുള്ള ട്രീറ്റ്മെന്റ്സുകളാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ഈ വയറ് നമ്മളിപ്പോ എന്താ പറയാ സ്കാനിങ് ഇതൊക്കെ ചെയ്യുമ്പോൾ വയറ് വീർപ്പിക്കും അതായത് ഈ എൻഡോസ്കോപ്പിയും ലാപ്രോസ്കോപ്പിയും ഒക്കെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഭാഗം വീർപ്പിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ വീർപ്പിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മള് വീർപ്പിക്കുമ്പോൾ അത് കൂടുതലായിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ വയറിനുള്ളിൽ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ ചുരുങ്ങി കിടക്കണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. സോ അതിന് ഈ കാർബൺ ഡൈ ഓക്സൈഡ് വഴി വയറിനുള്ളിലേക്ക് വീർപ്പിക്കുകയാണ്. വീർപ്പിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആയിട്ട് നമുക്ക് ചെയ്യാനും സാധിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ ഇൻസഫ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓർക്കേണ്ടത് എന്താണ്? ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാട്ടോ. ആ ഫസ്റ്റിൽ അണ്ടർലൈൻ ചെയ്യാട്ടോ. കീഹോൾ സർജറിക്ക് യൂസ് ചെയ്യും. ഓക്കെ, ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് എന്ന് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നുണ്ടെങ്കിൽ. ദെൻ ലാപ്രോസ്കോപ്പി ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ലാപ്രോസ്കോപ്പി കേട്ടിട്ടുണ്ടോ? ലാപ്രോസ്കോപ്പി അതായത് നമ്മുടെ വയറിലോ അതുപോലെ തന്നെ പെൽവിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പെൽവിസ് ഇടുപ്പൽ എന്നൊക്കെ പറയാം അല്ലെ? മലയാളത്തിൽ എന്താ പറയാ? പെൽവിസ്. ഇപ്പൊ നമ്മളുടെ വയറിലോ അല്ലെങ്കിൽ പെൽവിസിലോ ഒക്കെ നമ്മൾ സാധാരണയായിട്ട് ചെറിയൊരു മുറിവ് സൃഷ്ടിച്ചിട്ട് നടത്തുന്ന ഒരു ചെറിയൊരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇപ്പൊ കീഹോളൊക്കെ പോലെ തന്നെയാണ് ഈ ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് ചികിത്സ ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞൊരു ഉപകരണം വഴി ചെറിയൊരു ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതില്. അതാണ് നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യുന്നത്. അതിനും ഇതുപോലെ തന്നെ ഇപ്പൊ കീഹോൾ ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവിടെ ഇൻസഫ്ലേറ്റ് ചെയ്യുന്നു ആ ഒരു ഏരിയ. നമുക്ക് അവിടെ ക്ലാരിറ്റി മീൻസ് ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാം കാണാനായിട്ട് സാധിക്കുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? ക്രയോതെറാപ്പി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ക്രയോതെറാപ്പി കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ക്രയോതെറാപ്പി എന്താണെന്ന്? ആലോചിച്ച് നോക്കി. ക്രയോതെറാപ്പി ഒരു ഐഡിയ ഇല്ല. സ്റ്റോൺ ക്രഷിംഗ് എന്താ ഉദ്ദേശിച്ചത്? സ്റ്റോൺ ക്രഷ് ചെയ്യാൻ മീൻസ് ഏകദേശം കിഡ്നിയില്ല അല്ലെ? ക്രയോ നോക്കുക. അപ്പൊ മെയിൻ ആയിട്ടുള്ള നിങ്ങൾ സ്പെല്ലിംഗ് കറക്റ്റ് ആണോ കിടക്കുന്നത്? ലാപ്രോസ്കോപ്പി തന്നെയാണോ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ? അവിടെ ഒന്ന് തിരുത്തലോ കേട്ടോ. PARO കറക്റ്റ് ലാപ്രോസ്കോപ്പി തന്നെയാണോ നിങ്ങളുടെ PDF-ല്? ആണോ? അല്ല, വ്യത്യാസം ഉണ്ടല്ലോ. PARO അങ്ങനെയാണോ കിടക്കുന്നത്? അതൊന്നും ക്ലിയർ ചെയ്യാട്ടോ. ലാപ്രോസ്കോപ്പി LAPRO നോക്കാട്ടോ. അത് LAPRO. PARO. ഓക്കെ, LAPRO ലാപ്രോ നോക്കാം. അത് കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലാപ്രോ നോക്കാം. ഓക്കെ,
ബാക്കി സ്പെല്ലിംഗ് മിസ്റ്റേക്കിലാണോ? ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, ക്രയോതെറാപ്പി. ക്രയോതെറാപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടിഷ്യൂലെ നമ്മുടെ സ്കിന്നിന്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെയാണ് നമ്മൾ ഈ ക്രയോതെറാപ്പി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ നമ്മുടെ സ്കിന്നിൽ വരുന്ന ചർമ്മത്തിൽ വരും ഇപ്പൊ എന്താണ് അരിമ്പാറയൊക്കെ പോലത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ ഈ ലാപ്രോസ് ക്രയോതെറാപ്പിയാണ് ചെയ്യുന്നത്. അതായത് അവിടെയും നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് സ്കിന്നിന്റെ നമ്മുടെ ടിഷ്യൂസിൽ വരെ വരുന്ന, അതുപോലെ തന്നെ സെർവിക്കൽ കരളിൽ വരുന്ന ക്യാൻസറുകൾ, അങ്ങനെയൊക്കെ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. ക്രയോതെറാപ്പിയിൽ ടിഷ്യൂവിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ടിഷ്യൂ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് വരുമ്പോഴാണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെയും ഉപയോഗിച്ചു വരുന്നത്. Then സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാറ്റിയല്ലോ നിങ്ങൾ പഠിച്ച് തെറ്റായിട്ടുള്ള സ്പെല്ലിംഗ് പഠിച്ചു പോകരുത് കേട്ടോ. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർത്രോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോയിന്റ്സിന്റെ പ്രോബ്ലംസ്, നമ്മൾ എന്തെങ്കിലും ജോയിന്റുകൾക്ക് ഒടിവോ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ജോയിന്റ്സിന്റെ സർജറി ഒക്കെ ചെയ്യാനാണ് നമ്മൾ ആർത്രോസ്കോപ്പി ചെയ്യുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, പേരുകൾ മാത്രം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് വരുന്ന ആ സെക്ഷനുകൾ ഏതൊക്കെയാണ്? ലാപ്രോസ്കോപ്പി, ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, ക്രയോതെറാപ്പി. എല്ലാ സ്കോപ്പികളും അങ്ങനെ ആലോചിച്ച് വെച്ചേക്കാം, പെട്ടെന്ന് പഠിക്കാനാണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ എല്ലാ സ്കോപ്പികളുമാണ് കാർബൺ ഡൈ ഓക്സൈഡിൽ വരുന്നത്. അങ്ങനെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. Then as well as for respiratory stimulation during after anesthesia. അതുപോലെ തന്നെ അനസ്തേഷ്യ നൽകി കഴിഞ്ഞതിന് ശേഷം നമുക്ക് റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു. Then CO2 അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് may be piped in large hospitals but more likely comes from a tank. വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ ആണെങ്കിൽ CO2 അതൊരു പൈപ്പ് ലൈൻ വഴി, അതുപോലെ തന്നെ നമ്മൾ പൈപ്പ് ലൈൻ വഴിയാണ് ചെയ്തിരിക്കുന്നത്. ബട്ട് മോർ അല്ലെങ്കിൽ അത് ടാങ്ക് വഴിയും ആയിരിക്കും. ടാങ്കിൽ നിന്ന് അതായത് ഡയറക്ട്ലി ലഭിക്കുന്നതുമുണ്ട്, അല്ലെങ്കിൽ ചില ഹോസ്പിറ്റലുകൾ വലിയ ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ അത് പൈപ്പ് ലൈൻ സംവിധാനത്തിൽ തന്നെയായിരിക്കും ഈ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഏരിയകൾ കൃത്യമായിട്ട് പഠിക്കണം. 3 മെഡിക്കൽ ഗ്യാസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് മെഡിക്കൽ എയർ, ഓക്സിജൻ. ഓക്സിജൻ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്, അത് അണ്ടർലൈൻ ചെയ്ത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ്, അത് നമ്മൾ ലാപ്രോസ്കോപ്പി, ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി ആൻഡ് ക്രയോതെറാപ്പി ഇവിടെ എല്ലാമാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. ഓക്കെ, 3 മെഡിക്കൽ ഗ്യാസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത മെഡിക്കൽ ഗ്യാസസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി പറയണുള്ളൂ. എടുത്തത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്സിജൻ ഒന്ന് വായിക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും വായിക്കാം കേട്ടോ. നോട്ട്സ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ തരാം. പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, എടുക്കാൻ വിട്ടുപോയത്. അടുത്ത ക്ലാസ്സിൽ തരാം. ഇന്നത്തെ ടൈം ഇല്ലല്ലോ, അടുത്ത മിസ്സിന്റെ ക്ലാസ് ഉണ്ടല്ലോ. അടുത്ത ക്ലാസ്സിലെ കുറച്ച് മെഡിക്കൽ ഗ്യാസിന്റെ ഭാഗം എടുത്തിട്ട് നോട്ട്സ് തരാം. ഓർമ്മിപ്പിച്ചാൽ മതി കേട്ടോ. നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, മിസ് ക്ലാസ്സിലേക്ക് എടുത്തില്ല, അത് വിട്ടുപോയി നോട്ട്സ് എടുക്കാൻ. ഓക്കെ, എന്തായാലും തരാം, പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്സിജനും കാർബൺ, നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ അതിന്റെ കളറുകളും ഒപ്പം പഠിച്ചു പോവുക. ദെൻ അത് ഉപയോഗിക്കുന്നത് ഏരിയകൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതിന്റെ ഒപ്പം തന്നെ ഒന്ന് പഠിച്ചു പോവാ കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അപ്പോ മെഡിക്കൽ ഗ്യാസസ് ചാപ്റ്റർ ഏകദേശം എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ കിട്ടിയോ? മെഡിക്കൽ ഗ്യാസ് എന്താണെന്നുള്ളത് ഒന്നും അറിയാത്ത ആളുകൾക്ക് എന്തെങ്കിലും ഐഡിയ ഒക്കെ കിട്ടിയോ മെഡിക്കൽ ഗ്യാസസിനെ കുറിച്ച്? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. നിങ്ങൾ മനസ്സിലാവുന്നില്ല എടുത്തിട്ട്, അല്ലെങ്കിൽ എന്ത് പറ്റിയ റെസ്പോൺസ് ഒന്നും ഇല്ലാതെ ഓർക്കുന്നതാണോ എല്ലാവരും?
മനസ്സിലാവുന്നുണ്ടോ എടുക്കുന്നത്? ഓക്കെ, റെസ്പോൺസ് ഒക്കെ ചെയ്യാട്ടോ. റെസ്പോൺസ് ചെയ്താലേ നിങ്ങൾക്ക് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി മനസ്സിലാവാഞ്ഞിട്ടാണോ എന്താണെന്ന് നമുക്ക് അറിയാലോ. ഓക്കെ, അപ്പോ അടുത്ത ക്ലാസ്സിൽ ബാക്കി മെഡിക്കൽ ഗ്യാസസ് നമുക്ക് ഇനി എടുക്കാം. നോട്ട്സ് തരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നോട്ട്സ് തരാം. പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്തായാലും. ഓക്കെ, അപ്പോ അതുവരെ ഒന്ന് വായിക്കാം കേട്ടോ. മെഡിക്കൽ ഗ്യാസസ് വായിക്കാം. ദെൻ കഴിഞ്ഞ ഗ്യാസ് എന്തിനാണ് ഉദ്ദേശിച്ചത്? മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് കൊടുക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് ഓക്സിജൻ അത്യാവശ്യമാണ് അല്ലെ? അപ്പൊ നമ്മൾ അവിടെ ഓക്സിജൻ ആണ് പ്രൊവൈഡ് ചെയ്തത്. അങ്ങനെ ഓരോ മെഡിക്കൽ കണ്ടീഷൻസിലും ഏത് ഗ്യാസ് ആണോ അതിന് യൂസസ് ആയിട്ടുള്ളത് ആ ഗ്യാസ് നമ്മൾ പേഷ്യന്റിനും അവിടെ നമ്മൾ അപ്പൊ തന്നെ എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യുന്നതാണ്. ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് ഈ ഓക്സിജൻ മാസ്ക് വെച്ചല്ല കിടക്കുന്നത്. അപ്പൊ ആ ഒരു ഓക്സിജൻ നമുക്ക് എന്താണ്? അതൊരു മെഡിക്കൽ ഗ്യാസ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ.